ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ബഡീസായിട്ടുള്ള സനലും നീലും പിന്നെയും സ്നേഹയും പിന്നെ നമ്മുടെ ലച്ചുണ്ട് ഈ വർഷ ട്രിപ്പിൽ. ഇപ്പോൾ നമ്മൾ നേര്യമംഗലം ബ്രിഡ്ജ് പാസ് ചെയ്യാണ്ട് നമ്മൾ കല്ലാർകുട്ടി ഡാമിലേക്കുള്ള ഒരു ഷോട്ട് എടുത്തു. ആ വഴിയാകുമ്പോൾ റോഡ് പണി ഇല്ലാത്ത കാരണം ട്രാഫിക്കും കുറവായിരിക്കും. വണ്ടികൾ പൊതുവെ ഈ റൂട്ടിലധികം ഇല്ല. മൂന്നാർക്ക് ഇതിലെ പോവാന്ന് കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല. ഈ റൂട്ട് പോണത് നേരെ നേര്യമംഗലത്ത് നിന്ന് കല്ലാർകുട്ടിന്ന് പിന്നെ വെള്ളത്തൂവൽ ടച്ച് ചെയ്യുക. വെള്ളത്തൂവലിൽ നിന്ന് രാജാക്കാട്, രാജകുമാരി, പിന്നെ പൂപ്പാറ കയറുക, പിന്നെ ഗ്യാപ്പ് റോഡ് പിടിച്ച് മൂന്നാർ. ഇതായിരിക്കും ഇപ്പോഴത്തെ ഒരു റഷ് ബ്ലോക്കിന് ഒരു പോകാൻ വഴി എന്ന് പറയാനായിട്ട് ഈ റൂട്ടായിരിക്കും. അപ്പം എല്ലാവരെയും മൂന്നാർ പോകുമ്പോൾ ഈ വഴി ഇറങ്ങാൻ ശ്രമിക്കുക. ഇതാകുമ്പോൾ പുതിയ കാഴ്ചകളും പീസ്ഫുള്ളായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് അധികം റഷില്ലാണ്ട് ഇടലായിട്ട് പോവാം. അപ്പം നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പോകെ നമുക്ക് അപ്പം പുതിയ കാഴ്ചകൾ ഓരോന്നായിട്ട് നോക്കാം. ഞാൻ മൂന്നാർ പോകുമ്പോൾ ഈ റൂട്ട് തന്നെയാണ് പ്രിഫർ ചെയ്യാറ് കേട്ടോ. ഞാൻ ഇപ്പം മൂന്നാർ പോയാലും ഗ്യാപ്പ് റോഡ് കൂടെ പോവാറ്. ലച്ച് പിന്നെ ആദ്യമായിട്ടാണ് മൂന്നാർ കാണുന്നത്. അപ്പം ഓൾക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ റഷ് മൂന്നാർ എന്താണെന്ന് അറിയില്ല. നാളെ രാവിലെ എന്തായാലും മൂന്നാർ എക്സ്പ്ലോർ ചെയ്യുള്ളൂ. ഇന്ന് ചിന്നക്കനാലൊരു പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ആയിരിക്കും നമ്മുടെ ന്യൂ ഇയർ. നമ്മൾ നേരെ ഇപ്പം കല്ലാർകുട്ടി ഡാമിലേക്ക് പോവാണ്. ഓക്കെ, ചെറുതായിട്ട് തണുപ്പൊക്കെ കയറി വരുന്നുണ്ട്. പ്രോപ്പർട്ടി എത്തുമ്പോൾ എന്തായാലും ഒരു 8 മണി 8:30 ആവുമെന്ന് തോന്നുന്നുണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ. സാധാരണ ഈ റൂട്ടിൽ ഇത്ര വണ്ടികളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കണം. പിന്നെ മൂന്നാർ അപ്പുറത്തെ റൂട്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാവരും ഈ റൂട്ട് കണ്ടുപിടിച്ച് ഇതിലേക്ക് കയറി വരുന്നുണ്ട്. സാധാരണ ഇത്ര തിരക്കുണ്ടാവാറില്ല. എന്നാലും പീസ്ഫുള്ളാണ് ഈ റൂട്ട്. റോഡ് നല്ല റോഡാണ്. റോഡിന് അത്ര വലിപ്പില്ല. അത് കാരണം വലിയ വണ്ടികൾ നല്ല ഒരു നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ നെഞ്ചത്തേക്ക് ഒന്ന് കയറും. അമ്മാരിയാണ് വരുന്നത്. ഇതിലോടണ ട്രാൻസ്പോർട്ട് ഉണ്ട്. പേടിക്കണം, അവന്മാരെ പേടിക്കണം. 5:45 കഴിഞ്ഞു. Let's have a bit of fun till I downfall. My love, if you feel like I do right now, don't say you're on the run to the other side, my love. നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. മഴയല്ലത്, മഞ്ഞ് പെയ്യണതാണ്. ഉയരങ്ങളിലേക്ക് പോകും തോറും നല്ല തണുപ്പും നല്ല മഞ്ഞ് പെയ്യലും കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഫുള്ള് ഇങ്ങനെ ഒരു വേറൊരു വൈബ് ക്ലൈമറ്റ്.
തണുപ്പ് തണുപ്പ് തണുപ്പ്. നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിലൊക്കെ ഒരു 3 ഡിഗ്രി 4 ഡിഗ്രി ആ റേഞ്ചാണ് എന്നാണ് കേട്ടെ. ഇപ്പം അവിടെ ചെന്നാൽ കറക്റ്റ് അറിയാം കൂടുതലാണോ കുറവാണോ. ഇരുട്ട് കയറി തുടങ്ങി. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങാം. കല്ലാർകുട്ടി എത്തണുള്ളൂ. എന്നാലും നല്ല തണുപ്പായോണ്ട് വേറൊരു വൈബില് വണ്ടി ഓടിക്കട്ടാ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികള് മനസ്സിലായിരുന്നത് വലിയ വണ്ടികള്. റോഡിന് ഒട്ടും വലിപ്പില്ല. You say you wanna try, but you never do. Sugar, there's a reason why we lose. പൂപ്പാറ അങ്ങനെ റീച്ച് ആയിക്കുന്നു. ഗ്യാസ് ഒക്കെ വരച്ച് നിൽക്കുന്നുണ്ട്. എന്തിനാ പറഞ്ഞേ? 3 എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ 5 എഗ് ഫ്രൈഡ് റൈസ്, പിന്നെ ഗാർലിക് ചിക്കൻ, പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ, ചില്ലി ഗോബി. മതി, ഇത്ര മതിയല്ലോ. നീറ്റ് ഇതൊക്കെ തിന്ന് തീർക്കണം കേട്ടോ. ആകെ 6 പേരുണ്ട്. മുപ്പത്തെട്ടിന് പൂപ്പാറ റീച്ചായി. ഇനി ഇവിടെ നിന്ന് ഫുഡ് വാങ്ങാം. നേരെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് വിടാം. അങ്ങനെ നൈറ്റത്തേക്കുള്ള ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ബാഗിൽ പാക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ പ്രോപ്പർട്ടിക്ക് പോവാണ്. പൂപ്പാറയിൽ നിന്നൊരു 15 കിലോമീറ്റർ കാണിക്കുന്നു മാപ്പിൽ. ഞാൻ ഇതുവരെ ഈ പ്രോപ്പർട്ടിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ചിന്നക്കനാലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ബേത്തൽ വർക്കീസ്. നമ്മളിങ്ങനെ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്ത് കുറേ സ്ഥലത്തേക്ക് വിളിച്ച് അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ പ്രോപ്പർട്ടി. ഫോട്ടോയിൽ കണ്ട ആംബിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രോപ്പർട്ടി ആയിരിക്കും. ഗ്യാപ്പ് റോഡ് കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും നൈറ്റ് ഗ്യാപ്പ് റോഡ് ട്രൈഡ് ചെയ്യണ ആദ്യമായിട്ടാണ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഫുള്ള് ഇരുട്ടും അധികം വണ്ടികളില്ല. വല്ല മൃഗങ്ങളും ആനയൊക്കെ വന്ന് എന്ത് ചെയ്യുന്ന പോലും അറിയില്ല. ചെറിയ മഴയും ചാറുണ്ട്. കോട വരാനുള്ള ചാൻസും ഉണ്ട്. Let's have a bit of fun till I downfall. My love, if you feel like I do right now,
Don't say you're on the run to the other side, my love. You say you wanna try. എൻ്റെ മോനെ, കോട എന്ന് പറഞ്ഞാൽ ഫുള്ള് കോട. നൈറ്റ് ഇമ്മാതിരി കോട ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്നും കാണില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റായിരിക്കും, പക്ഷെ ഡയറക്റ്റ് ഫുൾ ഒരു വാക്ക ഒരു വസ്തു കാണാൻ പറ്റില്ല. അമ്മാതിരി സീനാണ് അത്. ഈ ഫോഗ് ലൈറ്റ് കൂടി വണ്ടിക്കില്ലെങ്കിൽ മൂഞ്ചി പോയേനെ. 3 വണ്ടിക്കും ഫോഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. വളവും തിരിവും മാത്രമായോണ്ടേ, എന്നിട്ടാ വളവ് എവിടെയാ തിരിവ് എവിടെയാ വല്ലാത്ത സീനാണ്. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നൈറ്റ് ഫുള്ള് കോട റൈഡിങ്. ലച്ചൊക്കെ ആദ്യമായിട്ടാണ് മൂന്നാർ വരുന്നത്. ഫസ്റ്റ് മൂന്നാറിൽ തന്നെ കോട, നൈറ്റ് കോട, വല്ലാത്ത എക്സ്പീരിയൻസ്. പുള്ളിക്കാരി ഫുൾ ഹാപ്പി. നമ്മുടെ പ്രോപ്പർട്ടിയിലും കോട ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്തായാലും അടിപൊളിയായി. ഹാപ്പി ന്യൂ ഇയർ കലക്കും ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടി റീച്ച് ആയിട്ട് 8:30 എത്തി. ഇവിടെ വരുന്ന വഴിയാണെങ്കിൽ ഫുള്ള് കോട എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലേ. ഫുൾ കോട. വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമ് സെറ്റാക്കണം. റിസോർട്ടിൻ്റെ ഫുള്ളൊരു അറ്റ്മോസ്ഫിയർ രാവിലെ മോർണിംഗ് എടുക്കാം. ഇപ്പം ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ആ ആംബിയൻസ് മനസ്സിലാവില്ല. ഇനി ലഗേജെല്ലാം റൂമിൽ വെച്ചിട്ട് നൈസായിട്ടൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ ന്യൂ ഇയർ നൈറ്റിലേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ മോർണിംഗ് നമുക്ക് കാണാം. അതൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.